أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وخالط الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض يكمارون. ماء الكنيف إذا ما كنت مختلطا بماء نهر فزالت منه أقدار. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ വലിയ അടയാളമായി നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയമാണ് മഹബ്ബത്ത്, ഹുബ്ബ് എന്ന് പറയുന്നത്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. അൻസാരികളെ സ്നേഹിക്കുന്നത് ഈമാനിൽപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് ഹദീസുകളിൽ കാണാം. അൻസാരികളുടെ പ്രത്യേകത എന്താണ്? ആ വാചകം തന്നെ അറിയിക്കുന്നത് സഹായികൾ എന്നാണ്. പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ദീനിൻ്റെ നിലനിൽപ്പിനു വേണ്ടി നാടും വീടും വിട്ട് ചെന്ന മുഹാജിറുകളായ സ്വഹാബികൾ, അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വളരെയേറെ സ്നേഹിച്ച് ആദരിച്ച് സ്വന്തം വീടും സ്വത്തുക്കളും എല്ലാം അവർക്ക് വേണ്ടി നീക്കിവെച്ച വല്ലദീന ആവവ നസറു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചേർത്ത് പിടിച്ച ആളുകൾ, സഹായം നൽകിയ ആളുകൾ, അവരാണ് അൻസാറുകൾ. അവരെ സ്നേഹിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല്
അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വെറുക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് പഠിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വളരെ അടുത്ത് ഉദിപ്പിക്കുന്ന ദിവസം. ആ സൂര്യന്റെ ചൂടിൽ ജനങ്ങളെല്ലാം വിയർത്തു ഒലിക്കുന്ന രംഗം അവരിൽ ഓരോരുത്തരും അവരവരുടെ ഖദറനുസരിച്ച് അഥവാ അവരുടെ ജീവിത നന്മയനുസരിച്ച് ചിലർ ചെരുപ്പടിക്കാല് വരെ വിയർപ്പിൽ മുങ്ങിയവർ, ചിലര് മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയവർ, വേറെ ചിലർ അരവരെ വിയർപ്പിൽ മുങ്ങിയവർ, മറ്റു ചിലർ കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിയവർ. അങ്ങനെയുള്ള സാഹചര്യമുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ കൊണ്ട് തണൽ നൽകുന്ന വിഭാഗത്തിൽ 7 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. വേറെ യാതൊരു തണലും ഇല്ല. അതിൽ എണ്ണിപ്പറഞ്ഞവരാണ് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഏത് രംഗത്ത് ഭരണമുള്ളവനും അനീതി പ്രവർത്തിക്കാതെ, പക്ഷപാതിത്വം കാണിക്കാതെ നീതി പുലർത്തുക എന്നത് വലിയ ഒരു സൽക്കർമ്മിയുടെ ലക്ഷണമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോ നേരത്തെയുള്ള ഭരണാധികാരികളെ സ്വാധീനിച്ച് പലരും ഭരണത്തിലിരിക്കുന്നവരും അവരെ പിന്തുണക്കുന്നവരും പലരുടെയും സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെയേറെ ബന്ധപ്പെട്ട ആളുകളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് അതിനെ സംബന്ധിച്ച് കേസ് ബോധിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആരുടെ കൈവശമാണെന്ന് നോക്കാതെ, ആരാണ് അനധികൃതമായി കൈവശം വെച്ചതെന്ന് ചിന്തിക്കാതെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഓർഡർ ചെയ്യുകയും ആ കൂട്ടത്തിൽ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും, മുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ കൈവശം വെച്ച സ്വത്ത് തിരിച്ചു കൊടുക്കാൻ ഓർഡർ ചെയ്യുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. കാരണം അവിടുന്ന് വലിയ നീതിമാനായ ഭരണാധികാരിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ നീതിമാനായ ഭരണാധികാരിയായി. നീതി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. നീതിമാനായ ഭരണാധികാരി. ഓരോരുത്തർക്കും പല ഭരണങ്ങളുമുണ്ട്. മദ്രസയിൽ സദർ ഉസ്താദിനൊരു ഭരണമുണ്ട്. എല്ലാ ഉസ്താദുമാരോടും നീതി കാണിക്കണം, കുട്ടികളോട് നീതി കാണിക്കണം, രക്ഷിതാക്കളോട് നീതി കാണിക്കണം, കമ്മിറ്റിക്കാരോട് നീതി കാണിക്കണം. കമ്മിറ്റിയുടെ ഭരണം നടത്തുന്ന ആളുകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് നീതി കാണിക്കണം, രക്ഷിതാക്കളോട്, നാട്ടുകാരോട് നീതി കാണിക്കണം.
ഒരു കുടുംബത്തലവനാകുമ്പോൾ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ നീതി കാണിക്കണം. ഭാര്യയോട് നീതി വേണം, മക്കളോട് നീതി വേണം. അങ്ങനെ തുടങ്ങി എവിടെ ഉത്തരവാദിത്വമുള്ളവരാണെങ്കിലും അവരെല്ലാം നീതി പുലർത്തുന്നവരാകണം എന്നത് ഇസ്ലാമിന്റെ അതിശക്തമായ ഒരു നിർദ്ദേശമാണ്. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വൈരാഗ്യമോ വിദ്വേഷമോ ഉള്ളതിനാൽ അനീതി കാണിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇരിക്കട്ടെ, നീതിമാനായ ഭരണാധികാരിക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേപോലെ വേറെയും 6 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരൻ, യുവാവ്. ഇന്നത്തെ ലോകം യുവാക്കൾക്ക് വലിയ പ്രസക്തി നൽകുന്ന ലോകമാണ്. ആ യുവാക്കൾ ലോകം മറന്നുപോകാൻ പാടില്ല. ഈ ലോകമല്ല ഞാൻ ഓർമ്മിപ്പിച്ചത്. ഈ ലോകത്തേക്കാൾ അപ്പുറം തീരാത്ത ഒരു ലോകം അപ്പുറത്തുണ്ട്. ആ ലോകത്തെക്കുറിച്ച് നല്ല ബോധം സർവ്വ യുവാക്കൾക്കും ഉണ്ടാകണം. ഇവിടെ ആരോഗ്യവും ഒഴിവും സാമ്പത്തിക ശേഷിയും ഉണ്ടാകുമ്പോൾ എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കളിക്കാം എന്ന് തോന്നിപ്പോകരുത്. ഏതൊരു ശരീരവും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അവശേഷിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്. ഇവിടെയുള്ളത് നിലനിൽക്കുന്നതല്ല. ലതീബ ലിൽ ഐശി മാ ദാമത് മുനഖസതൻ ലദ്ദാതുഹു ബിദ്ദികാരിൽ മൗതി വൽ ഹറമി. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ മനുഷ്യന് ആത്മീയ ബോധമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖങ്ങളെയും രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ധാരാളമായി ഓർക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ശൈത്താൻ എപ്പോഴും നമ്മളെ തെര്യപ്പെടുത്തുന്നത് മരണം കുറെ അകലെ, മരണം കുറെ അകലെ എന്നാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മരണം വളരെ അടുത്ത് എന്നാണ്. കുല്ലും ദിഇം ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി. ചെരുപ്പിന്റെ വാറ് അടുത്തു നിൽക്കുന്നത് പോലെ മരണം അടുത്തു നിൽക്കുകയാണ്. വളരെ കാലം കഴിഞ്ഞിട്ടാണ് മരണം എന്ന് ചിന്തിക്കരുത്. ഞാനിന്നിങ്ങനെ വരുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ കയറി. മുസ്തഫ സഖാഫി മരണപ്പെട്ട വീട്ടിൽ കയറി. ഇതിന്റെ അടുത്താണ്. അദ്ദേഹം വലിയ പ്രായമുള്ള ആളല്ല. അദ്ദേഹം മരിച്ച അന്നത്തെ ദിവസവും കുട്ടികൾക്ക് രാവിലെ ക്ലാസ് എടുത്തിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു. ഏത് സമയത്താണ് മരണം സംഭവിക്കുന്നത് എന്ന് നമുക്കാർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അവനാണ് യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ. മരിക്കുന്ന സമയത്ത് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാം, എന്നെ ഒരല്പസമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ
ആ ആവശ്യം നിറവേറ്റപ്പെടുകയില്ല. അതുകൊണ്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അവർ കൃത്യമായി നിസ്കരിക്കുന്നു, കൃത്യമായി അവർ കഴിവിന്റെ പരമാവധി സുന്നത്തെടുക്കുന്നു, ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായും വർജിക്കുന്നു, കഴിയുന്നതും കറാഹത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. അവരുടെ നാവ് കൊണ്ട് ഒരു പണ്ഡിതനെയും ചീത്ത പറയുന്നില്ല, ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്തുന്നില്ല, ഒരു പ്രായമുള്ളവനെയും അവഗണിക്കുന്നില്ല. അവനൊരിക്കലും മാതാപിതാക്കളെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല, കുടുംബ ബന്ധം മുറിക്കുന്നില്ല, അയൽവാസിക്ക് ശല്യം ചെയ്യുന്നില്ല, ആരെയും തെറി പറയാനും ചീത്ത വിളിക്കാനും അവനില്ല. അവൻ എപ്പോഴും വിനയാന്വിതനായി ജീവിക്കുന്നു. താഴ്മയാണ് അവന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര. അവനൊരു ചെറിയ സമയമെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി ദിനേന കണ്ടെത്തുന്നു. നിസ്കാരം പരമാവധി ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്നതിന് പകരം ദിക്റും ദുആയും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി അവസരം കണ്ടെത്തുന്നു. അവനവന്റെ നാടുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും നടക്കുന്ന ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നു. സലാത്തിന്റെ മജ്ലിസുകളിൽ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. ആലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും സയ്യിദന്മാരോടുമൊക്കെ വലിയ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്തിലായി വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് പടച്ചവന്റെ കോടതിയിൽ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, വേറെ ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സ് പള്ളികളുമായി ബന്ധപ്പെട്ടതാണ്. പള്ളി നിർമ്മിക്കുക, പള്ളി പരിപാലിക്കുക, പള്ളിക്ക് സഹായം നൽകുക, പള്ളിയിൽ കൃത്യമായി എത്തിച്ചേരുക, പരമാവധി പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ സമയം കണ്ടെത്തുക, പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കുചേരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. എപ്പോഴും പള്ളിയോട് വലിയ ആദരവും ബഹുമാനവും. പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന മറ്റൊരു വ്യക്തിയാണ്. വേറെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, റജുലാനി തഹാബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫാറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് വ്യക്തികൾ, അവരുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കല്യാണ വീട്ടിൽ വരുന്ന വഴിക്ക് വെച്ച് കയറി. ആ വീട്ടുകാരന്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ എന്റെ ആയുസ് കുറച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആയുസ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല എന്നും കൂടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹം ഞാനൊരു പണക്കാരനായതിന്റെ പേരിലുള്ള സ്നേഹമല്ല. അദ്ദേഹത്തിന്റെ സ്നേഹം ഞാനൊരു മന്ത്രിയോ MLA യോ MP യോ ആയതിന്റെ പേരിലുള്ള സ്നേഹമല്ല. എന്നോട് അദ്ദേഹം സ്നേഹം കാണിച്ചുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനായിക്കൊള്ളണം എന്നില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. പക്ഷെ അദ്ദേഹം സ്നേഹിച്ചത് ഞാൻ അള്ളാഹുവിന്റെ ദീൻ പറയുന്നു എന്ന നിലക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ദീനിന്റെ പേരിലുള്ള സ്നേഹമാണ്. ദീനിന്റെ പേരിലുള്ള സ്നേഹം, അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി
ആവശ്യമായതെല്ലാം നേടിയെടുക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ മലക്കുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ദീനിനു വേണ്ടിയുള്ള സ്നേഹമാണ്. അവർ ഇൽമു പഠിക്കുന്നു എന്നതാണ് ആ സ്നേഹത്തിന് കാരണം. ആലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളും എല്ലാ ജീവികളും ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ, കടലിലുള്ള മത്സ്യങ്ങൾ മുതൽ ഭൂമുഖത്തുകൂടി എഴഞ്ഞു പോകുന്ന ഉറുമ്പുകൾ വരെ കുല്ലുൻ യുസല്ലി, മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹദീസിലുണ്ട്. അവകളെല്ലാം സ്നേഹിക്കുന്നത് ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന, ദർസ് നടത്തുന്ന, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഒരു വ്യക്തി അദ്ദേഹം പണക്കാരനാണ്, പക്ഷെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കും. ഞാനിവിടെ വന്നപ്പോ ഇവിടെ പുനർനിർമ്മാണം നടക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ സിദ്ദീഖ് ഹാജി എടുത്തു തന്നതായിരുന്നു എന്ന് എന്നോടാരോ പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളായ പണക്കാർ, അവരെ അതിന്റെ പേരിൽ സ്നേഹിക്കുന്നു. അത് അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ആലിമീങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉമറാക്കൾ, ആലിമീങ്ങൾക്ക് ഹക്ക് ഹക്കായി പറയാനും അത് പ്രചരിപ്പിക്കാനും സാധിക്കണം. അതിന് ഞങ്ങളെ പിന്തുണയുണ്ട് എന്ന നിലക്ക് 100% പിന്തുണക്കുന്ന ഉമറാക്കളുണ്ട്, പണക്കാരുണ്ട്. അവർ അല്ലാഹുവിന് വേണ്ടി സ്നേഹം പങ്കിടുന്നവരാണ്. അതേപോലെ നല്ല തഖ്വയോടുകൂടെ ജീവിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തെ അതിന്റെ പേരിൽ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി വെൺമേനാട് പള്ളിയിലേക്ക് വന്നു. പള്ളി മൈതാനിയിൽ ഒരു ഖബർ കുഴിക്കുന്നുണ്ട്. ആർക്കാണ് ഖബർ കുഴിക്കുന്നത്? ഹൈദ്രൂസിന് വേണ്ടിയാണ്. ഹൈദ്രൂസ് പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഉമർ ഖാദി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈദ്രൂസ്. കാരണം അദ്ദേഹം ഉമർ ഖാദിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഖാദിമാണ്. മഹാനവർകൾ പറഞ്ഞു, ഖബർ കുഴിക്കണ്ട, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല. ഖാദിമായി കൂടെയുള്ള കുഞ്ഞമ്മുവിനെ വിളിച്ചു. കുഞ്ഞമ്മു ഹൈദ്രൂസിന്റെ വീട് പോകണം, അവിടെ പോയി പറയണം ഉമർ ഖാദി പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് വരും, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല എന്ന് പറയണം. നിസ്കാരം പെട്ടെന്ന് കഴിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ കുഞ്ഞമ്മു അവിടെ വന്ന് നിൽക്കുന്നു. അല്ല കുഞ്ഞമ്മു, നിന്നോട് പോകാൻ പറഞ്ഞിട്ട് പോയില്ലേ? ഞാൻ പോയി തിരിച്ചു വന്നു. ഇത്ര പെട്ടെന്ന് ആവേശത്തോടെ പോയി തിരിച്ചു വന്നതാ. അപ്പൊ മഹാനവറുകൾ ചൊല്ലി, കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജആനു യഖാഫുൽ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. യഖാഫുഹു അബദൻ ജിന്നുൻ വശൈത്താനു. ജിന്നും ശൈത്താനുമൊക്കെ കുഞ്ഞമ്മുവിനെ പേടിയും. അങ്ങനെയാണ് ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ധാരാളം ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ, അവരുടെ കൂടെ സതുദ്ദേശത്തോടുകൂടെ ചേർന്നവർ, അവർ പരാജയപ്പെട്ടു പോവുകയില്ല.
ഇരിക്കട്ടെ. പക്ഷേ കുഞ്ഞമ്മൂവിന് അറബി അറിയില്ല. എന്നെ ഉസ്താദ് ശൈത്താന് എന്ന് വിളിച്ചോ എന്നായി കുഞ്ഞമ്മൂവിന്റെ മനസ്സിൽ. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ല പറഞ്ഞു, ഞാൻ നിന്നെ ജിന്ന് ശൈത്താൻ എന്ന് വിളിച്ചതല്ല മോനെ. ഞാൻ പറഞ്ഞത് നീ മഹാന്മാർക്ക് ഖിദ്മത്തെടുക്കുന്ന ആളായത് കൊണ്ട് നിന്നെ ശൈത്താനും ജിന്നുമൊക്കെ പേടിക്കുന്നാ പറഞ്ഞത്. സമാധാനിപ്പിച്ചു. ഉമർ ഖാദി റഹിമഹുല്ല ഹൈദറൂസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഹൈദറൂസിനെ അല്പം മന്ത്രിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ ഉമിനീരെടുത്ത് അല്പം ബറക്കത്തിന് തൊട്ടുവെച്ചു കൊടുത്തു. ഹൈദറൂസ് നല്ല ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നിന്നു. സുഹൃത്തുക്കളെ, സാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ആ സ്നേഹിക്കുന്നവർക്ക് പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. അവർ മുസ്ലിമായിരുന്നില്ല. ഒരു ദിവസം ഒരു യാചകൻ വന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് എനിക്കെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ആകെ 3 ദീനാർ മാത്രമേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളൂ. 1 ദീനാർ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു. കുറച്ചു കഴിയുമ്പോൾ വേറൊരു യാചകൻ വന്നു, എന്തെങ്കിലും തരണമെന്നാവശ്യപ്പെട്ടു. 1 ദീനാർ അദ്ദേഹത്തിനും കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യം വേറൊരു യാചകൻ വന്നു, അദ്ദേഹത്തിനും 1 ദീനാർ കൊടുത്തു. ദീനാർ 3ഉം തീർന്നുപോയി. പക്ഷേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന അടിമപ്പെണ്ണ് മുസ്ലിമത്തല്ലെങ്കിലും അവൾക്ക് ആ മഹാനോട് വലിയ സ്നേഹമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നോമ്പാണല്ലോ, ഇനിയിപ്പോ വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്ത് കിട്ടും, എങ്ങനെ വാങ്ങും? അതിന്റെ പേരിൽ മനസ്സിന് ചെറിയൊരു കുണ്ഠിതം ആ പെണ്ണിന്റെ മനസ്സിൽ തോന്നി. സ്നേഹം കൊണ്ടുള്ള വെറുപ്പാണ്. സ്നേഹം കൊണ്ടുള്ള ചില വെറുപ്പുണ്ടല്ലോ. നമ്മളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് നമ്മൾ പോകാതെ രാത്രി സമയം അങ്ങാടിയിൽ കഴിച്ചു കൂട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടറഫിൽ കഴിച്ചു കൂട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓവുപാലത്തിന്റെ മേലെ ഇരുന്ന് സമയം പോക്കിയാൽ, ആ ഭാര്യമാർക്ക് സന്തോഷം പകരേണ്ട സമയം ചെറുപ്പക്കാരെ, നമ്മൾ സമയം കളഞ്ഞാൽ ആ ഭാര്യമാരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. സ്വാഭാവികമാണ്. അതിനവർ കുറ്റക്കാരല്ല, കുറ്റക്കാര് നമ്മളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ചെയ്യേണ്ടതില്ലാത്ത കാര്യത്തിൽ സമയം ചെലവഴിച്ചത് കൊണ്ടാണ് ഭാര്യക്ക് വെറുപ്പ് പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്തതിന് സമയം കണ്ടാൽ, ആവശ്യമില്ലാത്തതിനു വേണ്ടി നമ്മൾ വസ്തുക്കൾ ചെലവഴിച്ചാൽ ആവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും. ആവശ്യമില്ലാത്തതിൽ സമയം ചെലവഴിക്കരുത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ എന്തുണ്ടാകുമെന്നതാണ് ആ പെണ്ണിന്റെ മനസ്സിലെ വിഷമം. മഹാനവറുകൾ ഒരല്പസമയം ഖൈലൂലത്തുറങ്ങി, വിശ്രമത്തിന് വേണ്ടി ഉറങ്ങി. നിസ്കാരത്തിന് പോയി. വൈകുന്നേരം നോമ്പ് തുറക്കാൻ വരുമ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ പെണ്ണ് ആരോടോ അല്പം സംഖ്യ കടം വാങ്ങി. എന്നിട്ട് ഭക്ഷണം പാകം ചെയ്തു. യജമാനന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചു. വൈകുന്നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നു. വന്നപ്പോൾ സുപ്രയിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. കിടക്കുന്ന റൂമൊക്കെ നന്നായി മുട്ടി വിരിച്ച് വിരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മഹാനവറുകളൊന്ന് പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു. നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ അതിനിടയിൽ ഈ വിരിപ്പ് മുട്ടി വിരിച്ച് ബെഡ് ശരിയാക്കുന്ന സമയത്ത് ഈ സ്ത്രീ ആ വിരിപ്പിൽ കുറച്ച് സംഖ്യ കണ്ടു, കുറെ സ്വർണ്ണ നാണയം കണ്ടു.
എണ്ണി നോക്കുമ്പോൾ 300 ദീനാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, അത് തന്നെയല്ലേ നേരത്തെ കൊടുക്കുമ്പോൾ ഒരു മടിയില്ലാതെ തീർത്തും കൊടുത്തത്, ഇവിടെ ഉണ്ടല്ലോ സ്റ്റോക്ക്. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നോമ്പ് തുറന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഉള്ളത് തീർത്തും കൊടുക്കുമ്പോ എനിക്ക് ചെറിയ ഒരു വെറുപ്പുണ്ടായിരുന്നു നിങ്ങളോട്. നിങ്ങളെങ്ങനെ ജീവിതം കഴിക്കുമെന്നതിലാണ് എൻ്റെ വെറുപ്പ്. പക്ഷേ പിന്നീട് ഞാൻ നിങ്ങളിവിടെ ബാക്കി വെച്ചത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനൊരു നയാകാശും എവിടെയും വെച്ചിട്ടില്ല, അങ്ങനെ എവിടെയില്ല, ഞാൻ എവിടെയും വെച്ചതില്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ല അല്ല, നിങ്ങളെ വിരിപ്പിൽ നിങ്ങൾ ഒരു സാധനം പണം വെക്കുമ്പോ അത് വെക്കണ്ട പോലെ വെക്കണ്ടേ, ഇങ്ങനെ വിരിപ്പിലിട്ട് പോല. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ ഞാനൊന്നും വെച്ചിട്ടില്ല മോളെ. എന്നാ വരൂ എന്ന് പറഞ്ഞു. വിരിപ്പിച്ചത് നോക്കും 300 ദീനാർ അവിടെ ഉണ്ട്. എവിടുന്ന് വന്നു എന്നറിയില്ല. പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിൽ ആരും കയറിയിട്ടില്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾക്ക് അള്ളാഹു കറാമത്ത് മുഖേന നൽകുന്ന ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. ആ ബാബ്, ആ അധ്യായം വളരെ വലുതാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു മഹദികളായ സ്ത്രീകളുടെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം രചിച്ചപ്പോ ആ ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം. ആ സമയത്ത് ഈ സ്ത്രീ അവളുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള അവരുടെ മതത്തിന്റെ ആചാരമായൊരു മാലയുണ്ട്. ആ മാല പൊട്ടിച്ചങ്ങോട്ട് എറിഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി ഈ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കണ്ട് അവിടെ വെച്ച് തന്നെ ആ സ്ത്രീ മുസ്ലിമായി. ആ സ്ത്രീയെ സംബന്ധിച്ച് ഇമാം ഹിസ്നി രേഖപ്പെടുത്തിയത് കാണാം. പിൽക്കാലത്ത് എത്രയോ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ധാരാളം സതുപദേശം നൽകുകയും ചെയ്യുന്ന, സ്ത്രീകൾക്ക് ധാരാളം ഉപദേശം നൽകുന്ന, സ്ത്രീകൾക്ക് ധാരാളം ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ മഹതിയായ സ്ത്രീയായ സ്ത്രീ മാറുകയുണ്ടായി. ഇതിൽ പല പാഠങ്ങളുമുണ്ട് നമുക്ക്. ഒന്ന്, ഒരു മഹാനായ വ്യക്തി ആത്മീയമായ ചൈതന്യത്തോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പലർക്കും ഹിദായത്ത് ലഭിക്കും. സുബ്ഹാനല്ലാഹ്, പൊട്ടച്ചറ ബീവി എന്ന് പറഞ്ഞൊരു ബീവിയെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അവർ അവിടെയുള്ള ഒരു വലിയന്റെ ഖിദ്മത്തിലായി ജീവിച്ച ഒരു അമുസ്ലിം സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ കറാമത്തുകൾ കണ്ട് ആ സ്ത്രീ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. അതുപോലെ എത്രയോ സംഭവങ്ങൾ ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയത എന്ന് പറയുന്നത് ഒരു പച്ചസാലെടുത്ത് ചുമലിലിടലല്ല. അതുകൊണ്ട് പച്ചസാലിട്ടവരൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു വലിയ സാലിട്ടത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. അല്ലെങ്കിൽ ഒരു കറുത്ത കുപ്പായം ധരിച്ചാൽ അതുകൊണ്ട് ആത്മീയമുള്ളവനാകൂല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു തൊപ്പിയും തലേക്കെട്ടും വെച്ചത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ വേഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബോഡിയിലേക്കല്ല, നിങ്ങളുടെ ഡ്രസ്സിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. നിങ്ങളെ മനസ്സിൽ ഉള്ള ചിന്ത എന്താണ്? ഭൗതിക താല്പര്യമാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാന്മാരായി ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പേരിൽ ഉപജീവനത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും വേഷം കെട്ടുന്ന പലരും ഇല്ലയോ? ഞാനിപ്പോൾ ഇതിന്റെ ബാക്കിൽ അതേ ഉസ്താദിന്റെ മകനുമായി സംസാരിച്ചു.
അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുണ്ടൂർ ഉസ്താദ് പ്രത്യേകം ഒരാളെയും ഒരു ഖലീഫയായി പ്രതിനിധിയായി നിശ്ചയിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയണം. ഉസ്താദ് അവറുകൾ ഏറ്റവും സ്നേഹിച്ചത് ആലിമീങ്ങളെയാണ്, ആലിമീങ്ങളെ ഉപദേശമാണ്, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ്. ഏതെങ്കിലും വിവരമില്ലാത്തവർ അത്തരത്തിലുള്ള വേഷം കെട്ടിയിട്ട് മറ്റ് ആലിമീങ്ങളെ കുറ്റം പറയുകയോ തെറി പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുണ്ടൂർ ഉസ്താദ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല, സാലിഹീങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേര് പറഞ്ഞു, അതുപോലെ പലരുടെയും പേര് പറഞ്ഞ് ആത്മീയത ചമയുന്ന പലരുമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. വളരെയേറെ അപകടം പിടിച്ചതാണ് അത്തരം കാര്യങ്ങൾ. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ അതാ അള്ളാഹു മലക്കുകൾ മുഖേന നിക്ഷേപിച്ച ഒരു സംഗതിയാണ് റൂഹ്. ആത്മാവ്, ശരീരം, ഇങ്ങനെ രണ്ട് ഘടകമുണ്ട് നമുക്ക്. ശരീരമെന്ന് പറയുന്നതിന്റെ പ്രായം നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 66ഓളം വയസ്സുണ്ട്. ആ പ്രായത്തിന്റെ അർത്ഥം എൻ്റെ ശരീരം ഭൂമിയിലേക്ക് വന്നിട്ടുള്ള കൊല്ലമാണ്. എൻ്റെ ആത്മാവിന്റെ പ്രായം 66 660. അത് മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെട്ടവരാണ്. അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദ്യം ചെയ്യപ്പെട്ടവരാണ് ആത്മാക്കൾ. ആത്മാക്കൾ അതിന്റെ എത്രയോ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ആത്മാവാകുന്ന ഡ്രൈവർ ഈ ശരീരമാകുന്ന ബോഡിയിലേക്ക് മലക്കുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അങ്ങനെ ആ ബോഡിയുമായി ആ ആത്മാവ് ഇണങ്ങുന്നു. അങ്ങനെ വന്ന ആ ആത്മാവും ശരീരവും ഒന്നിച്ച് ഭൂമിയിലേക്ക് ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം ഈ ഭൂമിയുമായി ഒന്ന് ഇണങ്ങാനുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പ്രത്യേകമായ കൽപ്പനകളൊന്നും നൽകാതെ, വിരോധങ്ങളൊന്നും നൽകാതെ, ബുദ്ധി വളരുന്ന സമയം വരെ, പ്രായപൂർത്തി എത്തുന്ന സമയം വരെ അല്ലാഹു തആല പ്രത്യേക സംരക്ഷണത്തിൽ വളർത്തുകയാണ്. അങ്ങനെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കൽ നിർബന്ധമായി വരുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയുള്ള പരിശീലനം അതിനു മുമ്പ് തന്നെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ 7 വയസ്സിൽ തന്നെ നിസ്കാരം കൊണ്ട് നിർബന്ധിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം, നിസ്കരിപ്പിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണം എന്നെല്ലാം പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ. കുട്ടിക്കാലം മുതലേ നല്ല ശീലം പരിചയിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീട്ടിൽ, കല്യാണ വീട്ടിൽ പോയി. കണ്ണൂർ ജില്ലയിലാണ്. കുറെ ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ നല്ല ഡ്രസ്സിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ ചെറിയ പെൺകുട്ടികളൊന്നും പ്രായമായ കുട്ടികളല്ല, അല്ലെങ്കിൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടികളെ തൊട്ടാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ കുട്ടികൾ എനിക്ക് കൈ കാണിച്ചപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, കുട്ടിക്കാലത്തെ അങ്ങനെ അന്യപുരുഷന്മാർക്ക് കൈ കൊടുത്ത് നടപ്പാക്കണ്ട, അങ്ങനെ പരിചയിക്കണ്ട. ഞാനിത് പ്രത്യേകം പറയുകയാണ്. നമ്മുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. കുട്ടികളെ ചെറുപ്പത്തിലെ ദീനിന്റെ ചിട്ടയിൽ വളർത്തണം, ദീനിന്റെ ചിട്ടയിൽ പരിശീലിപ്പിക്കണം. ചെറിയ പെൺകുട്ടികളെ എത്ര വലിയ മുസ്ലിയാര് വന്നാലും അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്ത് പരിശീലിപ്പിക്കരുത്. അല്ലെങ്കിൽ വളരെ ചെറിയ മക്കളായിരിക്കണം. 1, 2, 3 കൊല്ലം കഴിയുമ്പോ അതാ കണ്ടാൽ ആശിക്കപ്പെടുന്ന, തൊട്ടാൽ ഒതുമുറിയുന്ന പ്രായത്തിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ ഇപ്പോൾ നമ്മളത് ശീലിപ്പിച്ചാൽ പിന്നീട് നമുക്ക് അത് ബന്ദ് ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന റിസാല, ആ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന സന്ദേശം ഇതൊരു ആവശ്യമാണ് എന്നതാണ്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, അതേ കല്യാണ വീട്ടിൽ തന്നെ
കണ്ടാൽ നല്ല ഭംഗിയുള്ള ആൺകുട്ടികൾ, മീശയും താടിയും മുളക്കാത്ത ആൺകുട്ടികൾ വന്ന് എനിക്ക് കൈ തന്നപ്പോൾ ഞാൻ അവർക്ക് കൈ കൊടുക്കാതെ അവരെ വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മുടിയുടെയോ മേലെ കൈവച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. കാരണം അത്തരത്തിലുള്ള കുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ വിവരിക്കാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു തുടങ്ങി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുതൽക്ക് ആ മദ്ഹബിൽ കഴിഞ്ഞുപോയ ഏതൊക്കെ പ്രഗൽഭരായ ഇമാമിങ്ങളുണ്ടോ അവരെല്ലാം കിതാബ് എഴുതിയത് ഹറാം ഇന്നതാണ്, ഹലാൽ ഇന്നതാണ്, വുജൂബ് ഇന്നതാണ്, സുന്നത്ത് ഇന്നതാണ്, കറാഹത്ത് ഇന്നതാണ്, ഖിലാഫുൽ ഔല ഇന്നതാണ് എന്ന് വിവരിക്കാനാണല്ലോ. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ആ ഇമാമിങ്ങളാണ് ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖന്മാർ, ഏറ്റവും വലിയ പ്രഗൽഭന്മാർ. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ടവർക്ക് ഒരു അഭിപ്രായമുണ്ടായിരുന്നു. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്യാവശ്യത്തിനല്ലാതെ അതേ അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കൽ തന്നെ ഹറാമാണെന്ന പക്ഷക്കാരനാണ്. അന്യ പെൺകുട്ടികളെ നോക്കുന്നത് പോലെയാണ് എന്ന അഭിപ്രായക്കാരനാണ്. വികാരമില്ലെങ്കിലും ഹറാമാണെന്ന് അവിടുന്ന് അഭിപ്രായപ്പെട്ടു. അതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ അടച്ച് ആക്ഷേപിച്ച് സംസാരിച്ചതിനാൽ ആ മഹാനായ പണ്ഡിതന്റെ മയ്യിത്ത് കിടത്തിയ സ്ഥലത്ത് ഒരു ചെറിയ പൂച്ചയെ പോലുള്ള മൃഗം ഓടി വന്ന് വായ പിളർന്ന് നാവ് കടിച്ചു കൊണ്ടുപോയതായി ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതായി കാണാം. സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാർ അവര് സൂക്ഷ്മമായ നിലക്ക് വിഷയങ്ങൾ പറയുമ്പോ പണ്ഡിതന്മാരോട് പ്രതിഷേധമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനുള്ള, ഞാനൊരു വലിയവനാണെന്ന് തോന്നാനുള്ള പരിപാടിയല്ല. ഞാൻ നേരത്തെ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബ് പറഞ്ഞല്ലോ. അതിൽ മഹാനവറുകൾ വിവരിക്കുന്നതൊക്കെ മഹതികളായ സ്ത്രീകളുടെ കറാമത്തും അവരുടെ മഹത്വങ്ങളുമാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു, ഓ സ്ത്രീകളെ, നിങ്ങളിത് കണ്ടിട്ട് എനിക്കും കറാമത്ത് വേണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരും ഒരു സൽക്കർമ്മവും ചെയ്യല്ലേ. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് അംഗീകാരം വേണമെന്ന് കരുതരുത് എന്നല്ല, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ബഹുമാനം വേണമെന്ന് കരുതരുത് എന്നല്ല, മറിച്ച് അസാധാരണമായ സംഭവങ്ങൾ നേരത്തെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു, ഉമർ ഖാദിക്ക് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു. അതുപോലെ എനിക്കും കുറെ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രകടമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സൽക്കർമ്മവും ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞു പോകല്ലേ. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള അമലല്ല, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ബഹുമാനവും കിട്ടാൻ വേണ്ടിയുള്ള അമലായി പോയി. അത് അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കുകയുള്ളൂ.
അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർത്താൽ അള്ളാഹു അത് വലിച്ചെറിയും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അവന് വലിയ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങൾ കാണണം എന്ന നിലക്ക് പ്രവർത്തിച്ചു പോകല്ലേ എന്ന് തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി കാണാം. ചിലർക്കൊക്കെ വേണ്ടത് കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രകടമായി, ആളുകളൊക്കെ എന്നെ വന്ന് വളയണം, എനിക്ക് വന്ന് കൈതരണം, എന്നെ ബഹുമാനിക്കണം, എൻ്റെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന ചിന്ത ഈമാൻ കെടുത്തുന്ന ചിന്തയാണ്, ഇഖ്ലാസില്ലാത്ത ചിന്തയാണ്, ആഖിറം നഷ്ടപ്പെടുന്ന ചിന്തയാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. റബ്ബ് പറഞ്ഞില്ലേ, അവരോട് കൽപ്പിക്കപ്പെട്ടത് പൂർണ്ണമായും വണക്കം അള്ളാഹുവിനെ മാത്രം തനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഒരിക്കലും അത്ഭുതം കാണണമെന്ന നിലയ്ക്ക് പ്രവർത്തിച്ചുകൂടാ. ഇതുപോലെ ജനങ്ങൾ ബഹുമാനിക്കണമെന്ന് മനസ്സിലാക്കി ജനങ്ങൾ എന്നെ ഒരു വലിയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ ഖലീഫയാണെന്നോ ധരിക്കണമെന്ന നിലക്കുള്ള വേഷം കെട്ടുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കടുത്ത തെറ്റും അതിന്റെ പുറമെ സമൂഹത്തെ ചതിക്കുന്ന ചതിയന്റെ ഏർപ്പാടുമാണ്. ചതിക്കുന്നവൻ ഒരിക്കലും തന്നെ മൻ ഖസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അത് ഈമാൻ കാര്യത്തിൽ ആറാമത്തേതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ. പക്ഷേ അവന്റെ കൊടുതിയാണ് സൃഷ്ടികൾ മുഖേന അവൻ നൽകുന്നത്. ഗവൺമെന്റ് മുഖേന കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നു എന്ന് പറയും. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടത് അല്ലാഹ് തന്നതാണ്. ഇതേപോലെ പണക്കാരൻ തന്നു എന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട് അത് അല്ലാഹു തന്നതാണ്. പണക്കാരൻ ഒരു മധ്യവർത്തി മാത്രമാണ്. ഇതുപോലെ ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടിയാലും, ഏത് വലിയിൽ നിന്ന് കിട്ടിയാലും, നബിയിൽ നിന്ന് കിട്ടിയാലും, മലക്കിൽ നിന്ന് കിട്ടിയാലും അവരൊക്കെ നൽകിയെന്ന് നമ്മൾ പറയും. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. യഥാർത്ഥത്തിൽ എല്ലാ സഹായവും അല്ലാഹുവിങ്കൽ നിന്നാണ്. അവന്റെ സൃഷ്ടികൾ മുഖേന ചിലപ്പോൾ അവൻ നൽകുന്നു, ചിലപ്പോൾ അവൻ ഡയറക്റ്റ് നൽകുന്നു. ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഹിദായത്തിന്റെ വെളിച്ചമാണല്ലോ. ആ വെളിച്ചം മഹാന്മാര് മുഖേന റബ്ബ് നൽകാറുണ്ട്. അതേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നക ലതഹ്ദീ, നിശ്ചയം തങ്ങൾ സന്മാർഗം നൽകുന്ന ആളാണ് എന്ന് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ ഖുർആൻ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവാണ് സന്മാർഗത്തിലാക്കുന്നത്, അവൻ ഉദ്ദേശിച്ചവരെ. നബിയെ തങ്ങളല്ല എന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല. കാരണം സന്മാർഗം പടച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കാരണമായി പ്രവർത്തിച്ചുകൊണ്ട് ഹിദായത്ത് നൽകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ട് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു സമയത്ത് ബാർബർ ഷോപ്പിൽ കയറി ബാർബറോട് പറഞ്ഞു, മോനെ, പടച്ചവന്റെ പൊരുത്തം കരുതി മുടിയൊന്ന് കളഞ്ഞു തരണം, അല്ലെങ്കിൽ വെട്ടിത്തരണം. ബാർബർ ഇരിക്കൂന്ന് പറഞ്ഞു. മുടി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭരണാധികാരി ആ സമീപത്ത് കൂടെ പോവുകയാണ്.
അബൂ തുറാബിൻ നഖ്ശബി തങ്ങളെ കണ്ടപ്പോ ഭരണാധികാരിക്ക് പെട്ടെന്ന് പോകണം, ഒരു ഹദിയ കൊടുക്കണമെന്ന് മനസ്സിലാക്കി അബൂ തുറാബിൻ നഖ്ശബി തങ്ങൾക്ക് കൊടുക്കാൻ ഒരു ഹദിയ ഒരാളെ ഏൽപ്പിച്ചു. ഭരണാധികാരി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പോയി. മുടിവെട്ടി കഴിഞ്ഞപ്പോ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അബൂ തുറാബിൻ നഖ്ശബി തങ്ങൾക്ക് അത് കൊടുത്തു. മഹാനവറുകൾ അത് ബാർബർക്ക് കൊടുക്കാൻ പറഞ്ഞു. രാജാവിന്റെ ഹദിയ ചില്ലറയൊന്നാവൂല, അത് ബാർബർക്ക് കൊടുക്കാൻ പറഞ്ഞു. ബാർബർ പറഞ്ഞു, ഞാൻ വാങ്ങൂല, എനിക്ക് പറഞ്ഞത് തന്നെ കിട്ടണം. പറഞ്ഞത് എന്തായിരുന്നു? അള്ളാന്റെ പൊരുത്തം കരുതിയിട്ട് മുടികെട്ടി തരുമെന്ന് പറഞ്ഞു, എനിക്ക് അത് തന്നെ കിട്ടണം, ഇത് പറ്റൂല, ഇത് ഞാൻ വാങ്ങൂല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നീ രാജാവിന് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് പറയണം, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിനാണ് പാലം കെട്ടേണ്ടതും റോഡുണ്ടാക്കേണ്ടതും ഒക്കെ, അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നിരിക്കുന്നു എന്ന് പറയണം, ഞാൻ സ്വീകരിച്ചു എന്നും പറയണം, ഞാൻ തള്ളിയിട്ടില്ല, ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നു, പൊതു ആവശ്യത്തിന് ചെലവഴിക്കാനെന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ അബൂ തുറാബിൻ നഖ്ശബി തങ്ങള് മസ്ജിദുൽ ഹറാമിൽ വന്ന് കഅബത്തിന്റെ സമീപത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, സംഭാവന വേണം, സംഭാവന വേണം, സംഭാവന വേണം. മഹാനായ കുണ്ടൂർ ഉസ്താദ് അങ്ങനെ സംഭാവന വാങ്ങാറുണ്ട്. സ്വന്തം ആവശ്യത്തിനല്ലേ, എത്തിക്കുട്ടികളെ പോരാനാ, ദീനീ പ്രവർത്തനത്തിനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനാണ്, ദീനിന്റെ പ്രവർത്തനത്തിനാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ മഹാനവറുകൾ സ്ഥാപിച്ച സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, അതുപോലെ അനാഥ മക്കൾ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, ചെലവ് കൊടുക്കണം. പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ഒരു കൊല്ലത്തെ ഒരു കുട്ടിയുടെ ചെലവിന് ഏകദേശം കണക്കാക്കി 25,000 ഉറുപ്പിക വീതം ഏറ്റെടുക്കാറുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ ഏറ്റെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ഏറ്റെടുക്കുന്നവർക്കൊക്കെയും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരു ഫോറം പൂരിപ്പിക്കാൻ വേണ്ടി തരും. ആ സമയത്ത് കഴിയുന്നവരൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം, ഇത് പൂരിപ്പിച്ചിങ്ങനെ തന്നാല്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ, ഞങ്ങൾ കൊടുത്തോളി. ഒരു 25,000 രൂപ കൊടുക്കാൻ കഴിയുന്നവരങ്ങനെ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 ദീനാറ് കൊടുത്തിട്ട് 300 ദീനാറ് കിട്ടി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ അറിയാതെ കിട്ടി എന്ന് പറഞ്ഞില്ലേ, കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു സംഭാവന ചോദിക്കാണ്. ഒരു വലിയ മുതലാളി ഒരു ചാക്ക് നിറയെ സ്വർണം കൊണ്ടുവന്ന് മടിയിച്ച് എറിഞ്ഞു കൊടുത്തു. കാരണം ഇത് സാധുക്കൾക്ക് കൊടുക്കാനാണ്, മഹാനവറുകൾക്ക് എടുക്കാനല്ല. അങ്ങനെ പലരെയും വിളിച്ച്, സാധുക്കളെ വിളിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ മുന്നിൽ വന്ന് നിന്നു. വിളിച്ചിട്ട്, എന്നെയും വിളിച്ചിട്ട് എനിക്കും തരണമെന്ന് വിചാരിച്ച് നിന്നതാ. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചില്ല. അദ്ദേഹം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് പിന്നെയും വന്ന് നിന്നു, പിന്നെയും വിളിച്ചില്ല. പലപ്പോഴും ആവർത്തിച്ച് വന്ന് മുന്നിൽ നിന്നിട്ടും വിളിച്ചില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മുഴുവനും കൊടുത്തു തീർത്തു. അദ്ദേഹത്തിന് ഒരു ന്യായാകാശം കൊടുത്തില്ല. അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞു, തങ്ങളെ, എന്നെ പോലെ ആവശ്യക്കാരൻ വേറെ ആരാ? നിങ്ങൾ എന്നെ മാത്രം അവഗണിച്ചതെന്താ? മഹാനവറുകൾ പറഞ്ഞു, മോനെ, നീ നിന്റെ മനസ്സ് കൊടുക്കുന്ന റബ്ബിലേക്ക് തിരിച്ചില്ല. കൊടുക്കുന്നത് ഞാനല്ല. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ പറയാറില്ലേ, നീ കൊടുത്ത് തടയുന്നവനില്ല അല്ലാ, നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല അല്ലാ. കൊടുക്കുന്ന റബ്ബിലേക്ക് നീ മനസ്സ് തിരിച്ചില്ല. നീ ഞാൻ കാണണം വിചാരിച്ച് മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നതാണ്. കൊടുക്കുന്ന റബ്ബിലേക്ക് നീ മനസ്സ് തിരിക്കാത്തതിനാൽ എന്റെ മനസ്സ്, എന്റെ റബ്ബ് നിന്നിലേക്ക് തിരിച്ചില്ല. ഏത് കൊടുക്കുന്നവന്റെയും മനസ്സ് തിരിക്കുന്നവൻ അല്ലാഹുവാണ്. യാ മുസർരിഫൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ ത്വാഅതിക. മനസ്സുകളെ തിരിക്കുന്ന റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, അള്ളാഹുവിന്റെ ദീനിലായി ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥന. മനസ്സ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേ, നമ്മൾ വിരലിട്ടൊരു സാധനം കറക്കുന്നത് പോലെ
അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും മനുഷ്യന്റെ മനസ്സ്. എന്റെ മനസ്സ് അള്ളാഹ് നിന്നിലേക്ക് തിരിച്ചില്ല. കാരണം നിന്റെ മനസ്സ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചില്ല. കൊടുക്കുന്ന റബ്ബിലേക്കാണ് ഖൽബ് തിരിക്കേണ്ടത്. വേഷം കെട്ടിയിട്ടല്ല ആത്മീയത പ്രകടിപ്പിക്കേണ്ടത്. ആത്മീയത ഉണ്ടാകേണ്ടത് ആത്മാവിലാണ്, അതേ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതേ അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അതേ മനസ്സിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ശരീരത്തിലുള്ള ഒരു മാംസകഷ്ണം അത് നന്നായാൽ മുഴുവനും നന്നായിപ്പോയി, ചീത്തയായാൽ മുഴുവനും ചീത്തയായിപ്പോയി. മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ പൊരുത്തം കരുതുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ അംഗീകാരം വേണമെന്നോ, ജനങ്ങൾക്കിടയിൽ എനിക്ക് ബഹുമാനം കിട്ടണമെന്നോ, ജനങ്ങൾ എന്നെ ആദരിക്കണമെന്നോ ഉള്ള ചിന്ത വന്നാൽ വലിയ അപകടം സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു അതേ വലിയ വലിയ മഹതികളായ സ്ത്രീകളുടെ പല ചരിത്രവും പറയുമ്പോ, സ്ത്രീകളെ നിങ്ങൾ സൽക്കർമ്മം ചെയ്തോളൂ, നല്ല കാര്യം പ്രവർത്തിച്ചോളൂ, പക്ഷേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് കേൾക്കുമ്പോ, നഫീസത്തുൽ മിസ്രിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അതുപോലെ മഹദികളായ ഉമ്മു സലീം ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ ആയിഷ ബീവിയുടെ കറാമത്ത് കേൾക്കുമ്പോ, അങ്ങനെ മഹദികളുടെ കറാമത്ത് കേൾക്കുമ്പോ എനിക്കും കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി സൽക്കർമ്മത്തിനൊരുങ്ങല്ലേ. അത്ഭുതത്തിന് ഇവിടെ വിലയില്ല. അത്ഭുതം ദജ്ജാല് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും, ഇബിലീസ് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, അതേ മുൻഗാമികളായ മഹാന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അതാ ഉമയ്യ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ചില ചങ്ങാതിമാരുണ്ടായിരുന്നു. അവര് കാണിച്ച അത്ഭുതങ്ങൾ എത്രയാണ്. അവരിയ്ക്കുന്ന മാർബിളിന് മുട്ടിയാൽ മാർബിൾ ഉറക്കെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിരുന്നു. അദ്ദേഹത്തെ കൊന്നുകളയാൻ ഭരണാധികാരി കൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് പലരും പെട്ടുപോകുമ്പോ കൊന്നുകളയാൻ വേണ്ടി ഭരണാധികാരി ഏൽപ്പിച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ കുന്തം കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് കുത്തിയപ്പോൾ കുന്തം വളഞ്ഞു പോയി, ശരീരത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഭരണാധികാരിയായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, നീ അങ്ങനെ കുത്തിയാ പറ്റൂല, കുത്തുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കുത്തണം. ശൈത്താനാണ്, അവന്റെ മുഴുവൻ അത്ഭുതത്തിന്റെ പിന്നിൽ ശൈത്താനാണ്. ശൈത്താൻ പോകണമെങ്കിൽ ദിക്ർ വേണം, ബിസ്മി ചൊല്ലി കുത്തിക്കോളൂ. അതേ അടുത്തിയെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഒരു കുത്തു കൊടുത്തപ്പോൾ ശരീരം തുളഞ്ഞങ്ങ് കയറിപ്പോയി ആ കുന്തം. നമുക്ക് അതാ അൽ ബിദായത്ത് വ നിഹായയിൽ ചരിത്രം കാണാം. അത്ഭുതമല്ല വിഷയം, മറിച്ച് തഖ്വയാണ് വിഷയം. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. നബി തങ്ങൾ അതാ 3 പ്രാവശ്യം ഹൃദയത്തിലേക്ക് ചൂണ്ടി പറഞ്ഞില്ലേ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അതെ, ഒരിക്കലും ഒരു അഹങ്കാരിയാകാതെ, വിദ്വേഷിയാകാതെ, വൈരാഗ്യം വെക്കുന്നവനാകാതെ, അസൂയ വെക്കുന്നവനാകാതെ, വേറെ ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരുടെയും ഗീബത്ത് പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാതെ, ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്താതെ, ഒരു മുതഅല്ലിമിനെയും നിസ്സാരപ്പെടുത്താതെ, എന്തിനധികം പറയണം, യാചിക്കാൻ വേണ്ടി വന്ന യാചകനാണെങ്കിൽ പോലും നിസ്സാരപ്പെടുത്താതെ
അള്ളാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ എത്രയോ സ്ഥാനം ഒരു പക്ഷേ ഈ യാചകനായിരിക്കാം. ഈ നിലക്കുള്ള താഴ്മയോടുകൂടുള്ള ചിന്തയാണ് ആത്മീയതയുള്ളവർക്ക് ആവശ്യം കേട്ടോ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവർ ഭൂമി ലോകത്ത് താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ്. അഹങ്കാരമില്ല, തുള്ളിച്ചാടലില്ല, ഞാനാര് എന്ന് തെളിയിക്കാനുള്ള പരിപാടികളില്ല. താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ് അവർ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഉണ്ടൂർ ഉസ്താദിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നല്ല കിടക്ക വിരിച്ചു കൊടുത്താൽ ആ കിടക്കയിലിരിക്കും. അതേ ഉസ്താദ് എന്നെ പോയിട്ട് ചിലപ്പോൾ നിലത്തുമിരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് അവർക്ക് നിസ്കരിക്കാൻ സാധാരണ പടം മതിയാവില്ല, അവർക്കൊരു പ്രത്യേക പടം വേണം. അങ്ങനത്തെ ആ പടത്തിലേ നമ്മളെ ശൈഖ് നിസ്കരിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. എടോ, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് അള്ളാഹുവിനോട് താഴ്മയോടുകൂടെ അടിമ മാപ്പ് പറയുന്ന പരിപാടിയാ. അള്ളാഹുവിനോട് താഴ്മയോടുകൂടെ അടിമ മാപ്പ് പറയുന്ന പരിപാടിയാ. അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇതാ പൊറുക്കലിനെ ചോദിക്കുന്നു. ഞാൻ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ, ഞാൻ പിന്തി ചെയ്തു പോയ തെറ്റുകൾ, ഞാൻ രഹസ്യമായി ചെയ്തു പോയ തെറ്റുകൾ, ഞാൻ പരസ്യമായി ചെയ്തു പോയ തെറ്റുകൾ മറ്റൊരാൾ കാണുന്നു എന്ന് കണ്ടാൽ ഞാൻ ആ അന്യപെണ്ണിലേക്ക് തുറിച്ചു നോക്കില്ല. വേറെ ഒരാളെ കാണുമെന്നോ അറിയുമെന്നോ കണ്ടാൽ ഞാൻ അത്തരത്തിലുള്ള പല തെറ്റുകളും ചെയ്യില്ല. എന്തിനധികം പറയണം, എന്റെ ഭാര്യ അറിയുമെങ്കിൽ പോലും ഞാൻ മറ്റൊരു പെണ്ണിനെ ചാറ്റ് ചെയ്യില്ല. എന്റെ ഉസ്താദ് അറിയുമെങ്കിൽ ഞാൻ കള്ളം പറയൂല. ഞാൻ അതുപോലെ പല കാര്യങ്ങളും ജനങ്ങൾ അറിയുമെങ്കിൽ, അനുയായികൾ അറിയുമെങ്കിൽ, നേതാക്കൾ അറിയുമെങ്കിൽ, സുഹൃത്തുക്കൾ അറിയുമെങ്കിൽ, കുടുംബം അറിയുമെങ്കിൽ, അയൽവാസി അറിയുമെങ്കിൽ പല തെറ്റും ചെയ്യൂല. പക്ഷേ എല്ലാ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. പടച്ച റബ്ബ് അറിയാത്ത രഹസ്യങ്ങളുണ്ടോ, പരസ്യങ്ങളുണ്ടോ? അവൻ കാണാത്ത ഇരുട്ടുകളുണ്ടോ? അവൻ അറിയാത്ത മൂലകളുണ്ടോ? അത്തരത്തിൽ പലതും പലതും ചെയ്തു പോയ മനുഷ്യനാണ് യജമാനനായ റബ്ബിനോട് അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ് എന്ന് പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ട് അവനെ തലകുനിച്ചും സുജൂദ് ചെയ്തും എല്ലാം കഴിച്ചു അതാ ഇരുന്നിട്ട് പറയുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. ഞാൻ രഹസ്യമായി ചെയ്തത് എനിക്ക് പുറത്തു തരണം. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തതും എനിക്ക് പുറത്തു തരണം. ഞാൻ മറന്നുപോയത് നീ അറിയുന്നതുണ്ടാകും, അതും പുറത്തു തരണം. ഇങ്ങനെ റബ്ബിനോട് മാപ്പ് പറയുന്ന നിസ്കാരത്തിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോ എനിക്ക് വലിയ പവറുള്ള വിരിപ്പിലേ ഞാൻ നിൽക്കൂ എന്ന ചിന്തയുള്ള ശൈഖാണോ? നീയും ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഇമാം ഷാറാനി തങ്ങൾ ചോദിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ നോട്ടം മനസ്സിലേക്കാണ്. അതുകൊണ്ട് നല്ല വിരിപ്പ് വിരിച്ച് നിസ്കരിച്ചുകൂടാ എന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അങ്ങനത്തെ വിരിപ്പ് കിട്ടിയാലേ ഞാൻ നിസ്കരിക്കൂ, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ ഇത്ര സൗകര്യമുള്ള കസേരയാണെങ്കിലേ എനിക്ക് ഇരിക്കാൻ പറ്റൂ, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പറ്റൂല. എത്ര സൗകര്യമുള്ള വീട്ടിലെ അല്ലെങ്കിൽ റൂമിലെ ഞാൻ കിടക്കൂ,
അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് എവിടെയും നല്ല രുചിയുള്ള ഭക്ഷണം ആളുകൾ തന്നാ കഴിക്കും, പക്ഷേ അതേ കഴിക്കുള്ളൂ എന്നില്ല. നല്ല സൗകര്യമുള്ള സ്ഥലം തന്നാൽ അവിടെ കിടക്കും, പക്ഷെ അങ്ങനെ കിടക്കൂന്നില്ല. അങ്ങനെയല്ലേ കുണ്ടൂർ ഉസ്താദിന്റെ സ്വഭാവം? എവിടെയും ഇരിക്കും, എവിടെയും കിടക്കും, എവിടെയും പോകും, ആരുമായും സംസാരിക്കും, ഏത് പാവപ്പെട്ടവനുമായും സംസാരിക്കും, ഏത് കുട്ടികളോടും സംസാരിക്കും, വലിയവരോടും സംസാരിക്കും. അങ്ങനെയല്ലേ? ഓ സുഹൃത്തുക്കളെ, ഖൽബിന്റെ ശുദ്ധിയാണ് പ്രശ്നം. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവരവരോട് സംസാരിച്ചാൽ അവർ സമാധാനത്തിന്റെ വാക്ക് പറയുകയല്ലാതെ തിരിച്ചടിക്കില്ല, തിരിച്ചു പറയൂല. പിന്നെയോ അവരുടെ സ്വഭാവമാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവരുടെ ജീവിതത്തിൽ അവർ അതാ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി നിസ്കാരം നിർവഹിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നു, നീണ്ട തഹജ്ജുദ് നിർവഹിക്കുന്നു. അവർ റബ്ബിനോട് അതോടുകൂടെ തന്നെ ഖൽബുരുകിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അല്ലാഹുവേ, ജഹന്നമാകുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തിരിക്കണം അല്ലാ, തട്ടിത്തിരിക്കണം അല്ലാ. അത് വലിയ വിഷമമുള്ള ശിക്ഷ തന്നെയാണ്. അവരെപ്പോഴും ഭയത്തിലാണ്, അവരെപ്പോഴും പേടിയിലും ബേജാറിലുമാണ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചവർ അവരല്ലാ എപ്പോഴും ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിലാണ്. അങ്ങനെയുള്ള മഹാന്മാർ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവഴിക്കുമ്പോൾ അമിതമായി ചെലവഴിക്കില്ല, ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കുകയുമില്ല. അങ്ങനെ മധ്യനിലവാരം വെച്ച് പുലർത്തുന്നവരാണ്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. അല്ലാഹുവിനെ അല്ലാതെ അവരാരാധിക്കൂല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചവരാണ്. ആരാധ്യൻ ഒന്നേ ഉള്ളൂ, കാരണം ഖാലിഖ് ഒന്നേ ഉള്ളൂ, പടച്ചവൻ ഒന്നേ ഉള്ളൂ, ഒന്നിലധികം പടച്ചവനില്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, ഒരിക്കലും പടച്ചവനെ പോലെയല്ല പടപ്പുകൾ. പടച്ചവൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ആരാധനക്കർഹനും ഒന്നേ ഉള്ളൂ. അത് അല്ലാഹു തആല പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അഖീദ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉലമാക്കൾ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ലഅനി ശബീ വനവീരി. മുഴുവനും സൃഷ്ടിച്ച് വളർത്തുന്നവനും പോറ്റുന്നവനും റബ്ബാണ്. എല്ലാം ആത്യന്തികമായി നിയന്ത്രിക്കുന്നവനും റബ്ബാണ്. അവന്റെ നിയന്ത്രണത്തിന് വിധേയമായുള്ള നിയന്ത്രണങ്ങളല്ലാതെ വേറെ ആർക്കുമില്ല. അവൻ പടച്ചു കൊടുക്കുന്നതല്ലാതെ ഇവിടെ ഒരു സൃഷ്ടിയുമില്ല, ഒരു പ്രവൃത്തിയും ഒരാൾക്കുമില്ല. ആ റബ്ബ് മാത്രമാണ് ആരാധനക്കർഹനെന്ന് വിശ്വസിക്കുന്നു. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതേ സമയത്ത് അവൻ വേറെ ഒരു ശരീരത്തെ കൊന്നുകളയാൻ വേണ്ടി പോകുന്നവനല്ല. ഗവൺമെന്റ് ചിലപ്പോൾ കോടതികൾ പലരെയും ശിക്ഷയ്ക്ക് വേണ്ടി കൊന്നു എന്ന് വരാം. പക്ഷേ നമ്മൾ അതേ സമയത്ത് മറ്റൊരാളെ കൊന്നുകൊണ്ട് നടപടി സ്വീകരിക്കുന്നവരോ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നവരോ അല്ല.
വലാ യസ്നൂൻ, അവർ വ്യഭിചാരം കുറ്റം ചെയ്യുന്നവരല്ല. അതൊരു വലിയ വളരെ മാരകമായൊരു തെറ്റാണ് വ്യഭിചാരം. അതുകൊണ്ടാണല്ലോ ഖുർആൻ വലാ തഖറബു സിന, സിന കൊള്ള നിങ്ങൾ അടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വ്യഭിചാരം കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യഭിചാരത്തിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മിൽ നിന്നുണ്ടാകരുത്. അന്യപെണ്ണിലേക്ക് നോക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിനെ തൊടുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബ് നബി തങ്ങൾ അൽ ഐനാനി സിനാഹുമൻ നദറു, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. അതേ അല്ലുദ്നാനി സിനാഹുമൽ ഇസ്തിമാഉ, അതുപോലെ അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണ്. അതേപോലെ കൈകൊണ്ടുള്ള സ്പർശനം വ്യഭിചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതിനുള്ള വകുപ്പുകൾ തന്നെ ഉണ്ടാക്കിക്കൂടാ. ഞാൻ വേദനയോടെ പറയുകയാണ്, പല സ്ഥലങ്ങളിലും ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ പലപ്പോഴും മാറ് മറക്കുന്നില്ല, കഴുത്ത് മറക്കുന്നില്ല, കൈത്തണ്ട മറക്കുന്നില്ല, ശരീരത്തിലെ മുടി മറക്കുന്നില്ല. മുടി മറച്ചവരാണെങ്കിൽ പോലും പകുതിയാണ് മറക്കുന്നത്, പകുതി മുൻഭാഗം തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കുണ്ടൂർ ഉസ്താദിനെ സ്നേഹിക്കുന്നവരാണോ? ഔലിയാക്കളെ പ്രിയം വെക്കുന്നവരാണോ? അതേ ഇരിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരികയാണല്ലോ. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ആഘോഷിക്കാൻ റബ്ബ് നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണോ എങ്കിൽ ഇതൊന്നും അല്ലാഹുവിൻ്റെ റസൂല് പൊരുത്തപ്പെടുന്നതല്ല. നിങ്ങളെ ശരീരം മറക്കാതെ, മാറ് മറക്കാതെ, കൈത്തണ്ട പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, തലയിലെ മുടി പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, ശരീരത്തിന്റെ പുഷ്ടിയെടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററുകളിലോ അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി നടക്കുന്ന എല്ലാ ഫോട്ടോവിനും പോസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. അതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ പ്രചരണത്തിലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ ആഹ്ലാദത്തിലോ അന്യപുരുഷന്മാരോടുകൂടി റോട്ടിലിറങ്ങി തുള്ളിച്ചാടുന്ന ചില മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ. ഓർക്കണേ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് നരകമുണ്ടെന്നാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആ, കൊടുത്തില്ലേ? ആ, ഒരാൾ തുടക്കോ ഇതാ അവിടെ കക്ഷിയുടെ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അടച്ചാൽ മതി, ഒന്നിച്ചടക്കണമെന്നില്ല. നമ്മളെ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണമല്ലോ, ഘട്ടങ്ങളായി അടച്ചാൽ മതി. ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ? കുണ്ടൂർ ഉസ്താദ് ഇവിടെ ഭൂലോകത്തില്ല, കവറിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു ദർജ കൊടുക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങൾക്ക് നടന്നു പോകണമല്ലോ. അതിന്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്നവരെ ബേജാറ് വലുതായിരിക്കും. സ്ഥാപനം നടത്തുന്നവർക്ക് മാത്രമേ അതിന്റെ സങ്കടം തിരിയുള്ളൂ. ബിസ്മില്ലാ. ഇനി ആരെങ്കിലും വരുന്നവരുണ്ടെ വരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിച്ച്
പുറത്തിറങ്ങുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവരാണ്, അന്യപുരുഷന്മാരിലേക്ക് ആകർഷരാകുന്നവരാണ്. അവരുടെ തലകൾ വലിയ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ കെട്ടിബന്ധാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, അവർ സ്വർഗത്തിൽ കിടക്കില്ല. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ മണം കിട്ടില്ല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ നാഴിക അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം ലഭിക്കില്ല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളും ആത്മീയ ബോധമുള്ളവരാകണം. കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോ അള്ളാഹുവിന് തഖ്വയോടുകൂടെ ജീവിക്കണം. ഫൈന ഖൈറ സാദി തഖ്വ, നമ്മൾ ഒരുക്ക് സാധനങ്ങളിൽ ഏറ്റവും വലുത് തഖ്വയാണ്. തഖ്വയോടുകൂടെ ജീവിക്കണം. അവിടെയാണ് മനുഷ്യന്റെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളാക്കി തെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കി തെരുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ മഗ്‌രിബിന് വന്ന് വളരെ പെട്ടെന്ന് ഇശാഇന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചാണ്. അതിലിടക്കാണ് വിളിച്ചിട്ട് പറഞ്ഞു, മഗ്‌രിബിന് കുറച്ച് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് എത്താവും. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാനങ്ങത്തെ മണിക്ക് ഒരുപാട് സമയം വൈകും. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു ചെറിയ കല്യാണമുണ്ട്. മകൾ നിങ്ങളോടൊക്കെ സമ്മതം ചോദിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് സമ്മേളനം നടത്താനും കഴിയില്ലല്ലോ. എല്ലാവരോടും സമ്മതം ചോദിക്കണം. എല്ലാവരും ബർക്കത്ത് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ മക്കൾക്കും മക്കളെ പരമ്പരകൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സന്തോഷത്തിലാകട്ടെ. നമ്മളെ മുന്നിൽ അതിനേക്കാളൊക്കെ വലിയൊരു സംഗതിയുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷമാണ്. അത് നിങ്ങളെ മുറ്റത്താണ് നടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ സ്വാഗത സംഘം മീറ്റിംഗ് ഒക്കെ അടുത്ത സമയത്ത് വരും. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് ക്ഷണിക്കും. ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും സ്വാഗത സംഘത്തിന് നിങ്ങൾ വരും. നിങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തേണ്ടവർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അത് നല്ല ദീനിന് ഖൈറാകുന്ന ഇസ്സത്താകുന്ന നിലക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയാണ്. ഇവിടെ ആഴ്ചയിൽ വന്ന് ദർസ് നടത്തുന്ന ആളാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. റഈസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദിന്റെയും അതുപോലെ മുഹയ്യിസുന്ന പന്മള ഉസ്താദ് അവറുകളുടെയും നമ്മുടെ സാദാത്തുക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ സെന്റിനറി അതൊരു വലിയ സംഭവമായിരിക്കും ഇൻഷാ അല്ലാഹ്. ആ സംഭവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന നാട്ടുദർസ് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ നിലക്കതിൽ ജനങ്ങൾ പങ്കെടുക്കുകയാണ്. അതുപോലെ സെന്റിനറി നിധി അത് തിരിച്ചു വാങ്ങേണ്ട സമയമായി. കഴിഞ്ഞ 10-ാം തീയതിക്ക് മുമ്പ് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിപ്പോൾ ഇങ്ങനെ എല്ലാവരും തിരിച്ചു കൊടുക്കുകയാണ്. സംഖ്യ കൊടുക്കുകയാണ്, വെട്ടിയല്ല. സംഖ്യ കൊടുക്കുകയാണ്. പെട്ടി പിന്നെ അവിടെ തന്നെ വെച്ചാൽ പിന്നെയും വേണേ പൈസ കിട്ടിയിട്ട് പിന്നെയും കൊടുക്കാലോ. ഏതായിരുന്നാലും ഏറ്റവും ചുരുങ്ങിയത് ഒരാളൊരു 313 തീരെ സാധുക്കളാണെങ്കിൽ അവരൊരു വീട്ടിൽ നിന്നൊരു 313 അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇരിക്കുന്ന ആള് വരണല്ലോ. അത് നമ്മളെ യൂണിറ്റുള്ള പ്രവർത്തകർ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാത്ത സ്ഥലങ്ങളിൽ പൂർത്തീകരിക്കണം. അൽഹംദുലില്ലാഹ് ഇന്ന് എൻ്റെ വീട്ടിൽ അത് പിരിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് പോക്കർക്ക് വന്നു. ഞാൻ കൊടുത്തു, അദ്ദേഹം എഴുതിപ്പോയി. അങ്ങനെ ഓരോരുത്തരും കൊടുക്കണം. ഞാൻ കൊടുത്തത് എത്രയാണെന്ന് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും 313 അല്ല, ഞാൻ അതിനേക്കാൾ കുറെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ. 25,000-ഓളം ആലിമികൾ മാത്രം 3 ദിവസം ക്യാമ്പ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം സംവിധാനം വേണം. അതിന്റെ പുറമെ അത്രത്തോളം വേറെ കുറെ ക്യാമ്പുകളും വേറെ കുറെ പരിപാടികളും പിന്നെ അവസാനത്തെ ദിവസത്തിലെ മഹാസമ്മേളനവും അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക വേണം. ഇത് 100 കൊല്ലത്തേക്കൊരു പരിപാടി. ഇനിയൊരു 100 കൊല്ലത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എത്ര ചെലവായാലും അത് നമുക്ക് നഷ്ടാവില്ല. അതിനുവേണ്ടി എല്ലാവരും നന്നായി സഹകരിക്കണം. എല്ലാവരും സജീവമായി പ്രവർത്തനരംഗത്തിറങ്ങണം. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അല്ലാഹു അവർക്കെല്ലാവർക്കും അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമാഇന്റെ
ആ അഭിമാനവും ഇസ്സത്തും നിലനിർത്താൻ പ്രായകാലത്ത് എത്രയാണ് അധ്വാനിച്ചത് എന്ന് നമ്മൾ കണ്ടവരാണ്. വെറുതെ അല്ല അല്ലാഹു തആല മഹാനവറുകൾക്ക് വലിയ ദറജ കൊടുത്തതായി നമുക്ക് ഇപ്പോഴിങ്ങനെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല നിലക്ക് എല്ലാവരും സെന്റിനറി വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തനരംഗത്തുണ്ടാകണം എന്ന് ഉണർത്തി അല്ലാഹുവെ ബഹുമാനപ്പെട്ട ബറക്കൽ മുല്ലക്കോയ തങ്ങൾ നവർ അല്ലാഹു മർഖദഹു മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അല്ലാഹു മർഖദഹു മുതൽ കഴിഞ്ഞുപോയ ശംസുൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ മുതൽക്ക് ഷാലിയത്ത് അഹമ്മദ് കോയ നവർ അല്ലാഹു മർഖദഹു മുതൽക്ക് അല്ലാഹു അവരുടെ എല്ലാം ദറജകൾ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ വഴിയിൽ തന്നെ 100% പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കൂടെയുള്ളവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, ഇവിടെ കയറി വരുമ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്ന് പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. 7000 ഉറുപ്പിക കൊടുത്ത് നമ്മളെ റിസീവറുടെ കയ്യിൽ കൊടുത്ത് പ്രത്യേകം ഇസ്മായിൽ കണക്കശ്ശേരി സൺ ഓഫ് ഹംസ കൊളക്കാട് 7000 ഉറുപ്പിക നേർച്ച ക്യാൻസർ സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിനും അതുപോലെ അത്തരം രോഗമുള്ള എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഈ മഹത്തായ ഉറൂസിൽ പങ്കെടുത്ത് സഹായം നൽകിയവരും നൽകുന്നവരുമായ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം നൽകണം റഹ്മാൻ. ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെയുള്ള ജീവിതം നൽകണം റഹ്മാൻ. ഞങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും സന്താന പരമ്പരകളിലും ശിഷ്യന്മാരിലും പരമ്പരകൾ ഞങ്ങളെ ഉസ്താദുമാരിലും പ്രവർത്തകരിലും വിദേശത്തുള്ളവരിലും നാട്ടിലുള്ളവരും എല്ലാവരിലും നീ ഖൈറും ബറക്കത്തും വേറ്റിത്തരണം റഹ്മാനെ. ഏറ്റവും ഉപരി സാധുക്കളായ ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാൻ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ ഫോറം വാങ്ങാൻ ഓരോരുത്തർ വന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. വന്ന് വാങ്ങിയിട്ട് പൂരിപ്പിച്ചു കൊടുക്കണം. ഒന്നിച്ച് സംഖ്യ കൊടുത്തില്ലെങ്കിലും കൊല്ലത്തിൽ പല തവണയാക്കി കൊടുത്താലും മതി. കഴിയുന്നവരൊക്കെ ഒന്ന് സഹകരിക്കണം എന്നോർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.